إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് അമുഖമായി എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു റമദാൻ അവനിലേക്ക് കടന്നു വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നുള്ളതാണ് ഒന്നാമതായി അവനിലുണ്ടായിരിക്കേണ്ടത്. ആ രൂപത്തിലാണ് ഒരു റമദാനിനെ സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ മുന്നേറുവാനാണ് ഒരു സത്യവിശ്വാസി എപ്പോഴും ശ്രമിക്കേണ്ടത്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ. അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ സാധാരണ ചെയ്യുന്നതിന് പുറമെ റമദാനിൽ നമുക്ക് കൂടുതൽ അവസരം ലഭിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കി തന്ന നോമ്പ് അത് റമദാനിൽ നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അത് നമുക്ക് കൃത്യമായി കൊണ്ടുപോകുവാൻ സാധിക്കുന്നു. സ്വതക്ക നിർവഹിക്കുവാൻ സാധിക്കുന്നു. നോമ്പ് തുറപ്പിക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സൽക്കർമ്മങ്ങളിൽ മുന്നേറുവാനുള്ള ഒരു അവസരം കൂടിയാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇത്തരത്തിലുള്ള വിശുദ്ധ ഖുർആൻ റമദാൻ മാസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ അവതീർണമായതാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ അവിടെ റമദാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുന്നത് അത് വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതുകൊണ്ടാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുവാൻ സാധിക്കും. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. ആ വചനത്തിൽ തന്നെ പിന്നീട് അല്ലാഹു പറയുന്നു, ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും. ആ മാസത്തിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവൻ നോമ്പ് അനുഷ്ഠിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഷഹ്റു റമദാൻ അഥവാ റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുവാനുള്ള കാരണം എന്താണ്? വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. ആ ദിവസത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അവതീർണമായ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുണ്ട്. ആരിലേക്കാണോ വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത് ആ മനുഷ്യനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വിശുദ്ധ ഖുർആൻ ആര് മുഖേനയാണോ പ്രവാചകനിലേക്ക് എത്തിയിട്ടുള്ളത് ആ മലക്കിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊക്കെ നമ്മെ മനസ്സിലാക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിന്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും പവിത്രതയും എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ, നമുക്ക് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരമുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നാം കാണേണ്ട ഒരു സൽക്കർമ്മമാണ് വിശുദ്ധ ഖുർആനിന്റെ പാരായണവും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിനോട് നമുക്കുള്ള ബന്ധം അത് എത്രത്തോളം ഉണ്ടോ
ആ ഒരു കാര്യമാണ് ഗൗരവത്തിൽ നാം എടുക്കേണ്ടത്. വിശുദ്ധ റമദാനിൽ, പരിശുദ്ധമായ റമദാനിൽ ആ വിശുദ്ധ ഖുർആനിനോട് നമുക്ക് വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സുന്നത്തിനെ കൃത്യമായി തന്റെ ജീവിതത്തിൽ നിറവേറ്റുകയും മാതൃകയായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തതായി കാണുവാൻ സാധിക്കും. 23 വർഷം കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അവതരിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ തന്നെ പ്രവാചകൻ 9 റമദാൻ ലഭിക്കുകയുണ്ടായി. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ റമദാൻ കടന്നു വരുമ്പോഴും എത്രയാണോ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവതീർണമായിട്ടുള്ളത് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായി പാരായണം ചെയ്യുമായിരുന്നു. അവസാനത്തെ റമദാൻ, ആ അവസാന റമദാനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 തവണ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതൊക്കെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള മാസമാണ് ആ ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്നുള്ളത് നമ്മെ പഠിപ്പിക്കുകയാണ്. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വന്ന സ്വഹാബത്ത് അവരും ഈ രൂപത്തിൽ ആ പ്രവാചകന്റെ സുന്നത്തിനെ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആനിനോട് കൂടുതൽ ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി അവർ പരിശ്രമിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ മാസം കടന്നു വരുമ്പോൾ ഹദീസ് പഠനമൊക്കെ മാറ്റിവെച്ച് വിശുദ്ധ ഖുർആനിന്റെ പാരായണം അതുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ ഏർപ്പെടുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ്, യഖ്തിമു ഫീ കുല്ലി സബ്ഇൻ ദായിമൻ, റമദാനിലല്ലാത്ത സമയങ്ങളിൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും അദ്ദേഹം വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യും. വഫീ റമദാന ഫീ കുല്ലി സലാസതി, റമദാൻ മാസമായി കഴിഞ്ഞാൽ ഓരോ 3 ദിവസങ്ങളിലും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യും. വഫിൽ ആശിറിൽ അവാഖിർ കുല്ല ലൈലത്തി, എന്നാൽ റമദാനിലെ അവസാന 10 കടന്നു വന്നാൽ എല്ലാ ദിവസവും വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യുമെന്ന് പറയുന്നത് കാണുവാൻ സാധിക്കും. ഈ രൂപത്തിൽ സലഫുകളൊക്കെ അവരുടെ ജീവിതത്തിൽ റമദാൻ കടന്നു വന്നു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിനോട് പ്രത്യേകമായ ഒരു ബന്ധം അവർ ഉണ്ടാക്കിയിരുന്നു. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെക്കുറിച്ച് പറയുന്നത്, വലൈസ ഹാദാ ബിമുസ്തഗ്രിബിൻ അലാ സലഫിൽ കിറാം, നമ്മുടെ മുൻഗാമികൾക്ക് ഇതൊരു പുതുമയുള്ള ഒരു കാര്യമായിരുന്നില്ല. അവർ റമദാൻ വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായി ചിട്ടയോടുകൂടി വിശുദ്ധ ഖുർആനിനോടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുമായിരുന്നു. ആ രൂപത്തിലായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതം എന്നുള്ളത്. കാരണം നമുക്കറിയാം ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച മാസം, ആ ദിവസത്തിനും അതേപോലെ തന്നെ ആ നാടിനുമൊക്കെ പവിത്രത നൽകിയിട്ടുണ്ട് എങ്കിൽ ആ വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത പ്രാധാന്യവും എന്തൊക്കെയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത്. നമുക്കറിയാം കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ധാരാളം വ്യത്യസ്ത തരത്തിലുള്ള സമൂഹത്തിൽ ധാർമ്മികതയെ പഠിപ്പിക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ആശയങ്ങളും ആദർശങ്ങളും പഠിപ്പിക്കുവാൻ വ്യത്യസ്ത തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ രചിക്കുകയും അത് മുഖേന ജനങ്ങളെ നേരായ മാർഗത്തിലേക്കാണെന്ന് പറഞ്ഞ് നയിക്കുകയും ചെയ്ത ആളുകൾ കടന്നു വന്നിരുന്നു. പക്ഷേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ അതൊക്കെ പരിഷ്കരിക്കപ്പെടുകയും അല്ലെങ്കിൽ പൂർണ്ണമായി മാറ്റേണ്ടി വരുന്ന സാഹചര്യവും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയും അല്ലാഹു പറയുകയാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, ആ വിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയിട്ടുള്ളത്, അതിനെ നാം തന്നെ സംരക്ഷിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ നാമത്തെ പ്രത്യേകതയായി നാം മനസ്സിലാക്കേണ്ടത് അതിന്റെ സംരക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുകയാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത് ആ വിശുദ്ധ ഖുർആൻ ഒരു സമൂഹത്തെ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, തീർച്ചയായും വിശുദ്ധ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക്, ഒരു സമൂഹത്തെ ഏറ്റവും നേരായ മാർഗത്തിലേക്കാണ് നയിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ലഹരി വസ്തുക്കളിൽ അടിമപ്പെട്ടുകൊണ്ട് അതേപോലെ തന്നെ മദ്യം ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുകയും പിന്നീട് അതിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന എത്ര ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിന്റെ മറുഭാഗത്ത് ചില ആളുകൾ ഇതിന്റെ പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി ഇതിനെന്താണ് പരിഹാരം എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ 1400 വർഷങ്ങൾ മുതൽ ലോകാവസാനം വരെ മാനവരാശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സുൻ മിൻ അമലി ശൈത്താൻ, തീർച്ചയായും ലഹരി വസ്തുക്കളാകട്ടെ, ചൂതാട്ടം, ആ രൂപത്തിലുള്ള മോശമായ പ്രവർത്തനം അത് പിശാചിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ നിരന്തരം മാനവരാശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനിന്റെ പ്രാധാന്യവും ശ്രേഷ്ഠതയും നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ ഏതൊരു കാലഘട്ടത്തിലുള്ള സമൂഹത്തെയും ഏതൊരു കാലഘട്ടത്തിലുള്ള സാഹചര്യങ്ങളെയും കൃത്യമായി ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന, പിൻപറ്റാൻ പറ്റുന്ന, അവരുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പവിത്രതകളായിക്കൊണ്ട്, പ്രത്യേകതകളായിക്കൊണ്ട്, അതുമൂലം നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം കാര്യങ്ങൾ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നമുക്ക് പൂർണ്ണമായും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നന്മ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ ആ നന്മയെല്ലാം ഈ വിശുദ്ധ റമദാനിൽ നമുക്ക്, പരിശുദ്ധമായ റമദാനിൽ നമുക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി
അസ്ഹാബിഹി, തീർച്ചയായും നിങ്ങൾക്ക് നാളെ പരലോകത്ത് അത് നിങ്ങൾക്ക് ശുപാർശയായിക്കൊണ്ട് കടന്നു വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ആരെങ്കിലും വിശുദ്ധ ഖുർആനിൽ നിന്ന് മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഹു ബിഹസന, ആരെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, അതിൽ നിന്നൊരു ഹർഫ് പാരായണം ചെയ്താൽ അവൻക്കൊരു നന്മയുണ്ട്. വൽ ഹസനതു ബിഅശരി അംസാലിഹ, ഒരു നന്മ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് 10 ഇരട്ടി പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വർദ്ധിപ്പിക്കുന്നതോടുകൂടി ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രതിഫലം നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നാം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര നന്മകൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്ന് പ്രത്യേകമായി തിരഞ്ഞെടുത്ത ആളുകളാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, തീർച്ചയായും അല്ലാഹുവിന് മനുഷ്യരിൽ ജനങ്ങളിൽ ചില ആളുകൾ അല്ലാഹുവിന്റെ അഹ്ലുകാരാണ്. ഖാലു യാ റസൂലല്ലാഹ്, അങ്ങനെ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ ആരാണ് അല്ലാഹുവിന്റെ അഹ്ലുകാരായ ആളുകൾ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു നൽകുന്ന മറുപടി, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഖുർആൻ പഠിക്കുന്ന, അത് പാരായണം ചെയ്യുന്ന, അതിന്റെ ആശയ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഗ്രഹിക്കുന്ന ആളുകളാണ് അവരെന്ന്. അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്. അല്ലാഹുവിന്റെ പ്രത്യേകമായി ജനങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണത്തിന് പുറമെ റമദാനിൽ നാം അത് മനഃപ്പാടമാക്കുവാനുള്ള സമയവും നാം ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ആളുകൾക്ക് നാളെ സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന പദവിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണുവാൻ സാധിക്കും. യുഖാലു ലിസാഹിബിൽ ഖുർആൻ, നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിൽ വെച്ച് വിശുദ്ധ ഖുർആനിന്റെ ആളുകളോട് അവിടുന്ന് പറയപ്പെടുമെന്നുള്ളതാണ്. അവരോട് എന്താണ് പറയുന്നത്? നിങ്ങൾ ഇഹലോകത്ത് വെച്ച് വിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലാണ് പാരായണം ചെയ്തിരുന്നത് അതുപോലെ നിങ്ങൾ പാരായണം ചെയ്തു കൊള്ളുക. നിങ്ങൾ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ പദവികൾ ഉയർന്നുകൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾ എവിടെയാണോ അവസാനിപ്പിക്കുന്നത് അവിടെയായിരിക്കും നിങ്ങളുടെ പദവി എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ധാരാളമായിക്കൊണ്ട് സവിശേഷതകൾ വിശുദ്ധ ഖുർആൻ, ധാരാളമായിക്കൊണ്ട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ ഖുർആൻ പഠിക്കലും പാരായണം ചെയ്യുന്നതുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും ഈ ഒരു റമദാനിൽ നാം പ്രത്യേകം സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. 5 നോമ്പ് നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയി. ആ 5 നോമ്പ് കഴിഞ്ഞു പോകുമ്പോൾ എന്തൊക്കെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളത് നാം ഓരോരുത്തരും വിലയിരുത്തേണ്ടതുണ്ട്. നാം സ്വന്തത്തോടൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളൊന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് എത്ര പാരായണം ചെയ്യുവാൻ സാധിച്ചു, വിശുദ്ധ ഖുർആനിലെ എത്ര ജുസുകൾ നമുക്ക് പാരായണം ചെയ്യുവാൻ സാധിച്ചു, അതേപോലെ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന രൂപത്തിലുള്ള കർമ്മങ്ങൾ നമ്മളിൽ നിന്ന് ഈ കഴിഞ്ഞ നോമ്പുകളിൽ നമ്മളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും വിലയിരുത്തണം. അങ്ങനെ ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്കില്ല എന്നാണ് ഉത്തരമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടി നമുക്ക് അധികരിപ്പിച്ചു തന്നിട്ടുള്ളത്? ഈ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എന്തിനാണ് ഒരു റമദാൻ കൂടി അധികരിപ്പിച്ചു തന്നിട്ടുള്ളത്? ഈ കഴിഞ്ഞ നോമ്പിൽ എന്താണ് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്ന് നാം ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മാറുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ ആ വിശുദ്ധ ഖുർആനിലെ അങ്ങേയറ്റം നെഞ്ചിലേറ്റിയവരായിരുന്നു, ഹൃദയത്തിൽ ഏറ്റിയവരായിരുന്നു. ആ വിശുദ്ധ ഖുർആനിനെ അങ്ങേയറ്റം ബന്ധം പുലർത്തിയവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വീട്ടിൽ നിന്ന് ഒരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേൾക്കുകയാണ്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാ ലഹു മിൻ ദാഫിഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും. മാ ലഹു മിൻ ദാഫിഅ, അതിന് യാതൊരു തടസ്സവുമില്ല എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും 1 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അദ്ദേഹം വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുകയുണ്ടായി. അദ്ദേഹം ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് അതിന്റെ ആശയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാധീനിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ രൂപത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മാറുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ റമദാൻ എന്നുള്ള ഒരു മഹാഭാഗ്യം, സൗഭാഗ്യം, അത് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനുമായി ബന്ധം പുലർത്തുവാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനുമായി എന്തൊക്കെ തന്നെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമോ അതൊക്കെ ഈ റമദാനിൽ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവർത്തനത്തിൽ സജീവത പുലർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ റമദാനിലെ 5 നോമ്പ് പൂർത്തീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്.
അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, റമദാൻ മാസം കടന്നു വരുമ്പോൾ വിശുദ്ധ ഖുർആനിനോടുള്ള ബന്ധം പുലർത്തുന്നത് പോലെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ കൂടി ചെയ്യുവാനുള്ള സമയവും നാം ഓരോരുത്തരും കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാം, റമദാൻ മാസം കടന്നു വരുമ്പോൾ ആ റമദാൻ മാസത്തിലൂടെ സഞ്ചരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുവാനുള്ള സാഹചര്യം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നഹു മൻ ഖാമ മഅൽ ഇമാമി, ആരെങ്കിലും ഇമാമിന്റെ കൂടെ നമസ്കരിക്കുകയും ഹത്താ യൻസരിഫ, ആ ഇമാമ് പിന്തിരിയുന്നത് വരെ ഇമാമിന്റെ കൂടെ ആരെങ്കിലും തുടർന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ കതബല്ലാഹു ലഹു ഖിയാമ ലൈലൻ, ഖിയാമുൽ ലൈൽ, രാത്രി മുഴുവൻ നമസ്കരിച്ചവന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ടുവരേണ്ടതുണ്ട്. അതേപോലെ തന്നെ സ്വതക്കകൾ ഈ റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടതുണ്ട്. അങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ, നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. അല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അവസരം നൽകിയിട്ട് ആ അവസരത്തെ നഷ്ടപ്പെടുത്തുകയല്ല നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, വറഗിമ അൻ റജുലിൻ ദഖല അലൈഹി റമദാൻ, ഒരു മനുഷ്യർക്ക് റമദാൻ വന്നു കിട്ടി, അവൻക്ക് ഒരു റമദാൻ ലഭിച്ചു, ഒരു റമദാൻ മുഴുവനായി ജീവിക്കുവാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. സുമ്മൻ സലഹ ഖബ്ല അൻ യുഗ്ഫറ ലഹു, ആ റമദാൻ അവനിൽ നിന്ന് വിട പറയുന്ന സമയത്ത് അവന്റെ പാപങ്ങൾ പൂർണ്ണമായി പൊറുക്കപ്പെടാത്ത സാഹചര്യത്തിലാണ് വിട പറയുന്നത് എങ്കിൽ അവൻ നിന്ദിക്കപ്പെടട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ആ തീരാനഷ്ടം സംഭവിക്കുന്ന ആളുകളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടുവാൻ പാടുള്ളതല്ല. അത് നാം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരായണവും മറ്റ് സൽക്കർമ്മങ്ങളും നമസ്കാരവും സ്വതക്കകളും ഒക്കെ ആയിക്കൊണ്ട് ഈ റമദാനിനെ നാം കഴിച്ചു കൂട്ടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നൽ ലദീന യത്ലൂന കിതാബല്ലാഹി, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവരും വ അഖാമുസ് സ്വലാത്ത, നമസ്കാരം നിലനിർത്തുന്നവരും വ അൻഫഖു മിമ്മാ റസഖനാഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് സിർറൻ, രഹസ്യമായി ചെലവഴിക്കുന്ന ആളുകൾക്ക് അവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് യർജൂനൽ തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടത്തെയാണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രൂപത്തിൽ ഈ റമദാനിനെ നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഇഷ്ടംപോലെ നോമ്പുകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ധാരാളം നോമ്പുകൾ ഇനിയും നമുക്ക് ബാക്കിയുണ്ട്. ആ നോമ്പുകളിൽ, കഴിഞ്ഞ നോമ്പുകളിൽ വന്നിട്ടുള്ള അപാകതകൾ തിരുത്തിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ കർമ്മങ്ങളിൽ മുന്നേറുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റമദാനിൽ വിശുദ്ധ ഖുർആനിനോട് കൂടുതൽ ബന്ധം പുലർത്തുവാൻ, അള്ളാഹുവിൻ്റെ അഹ്ലുകാരായി മാറുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ പാപങ്ങൾ, കഴിഞ്ഞുപോയ നോമ്പിൽ നമുക്ക് വന്നിട്ടുള്ള ചെറിയ അപാകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ സഹപ്രവർത്തകരായി മരണപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലവും പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك أنت مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.